ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ എതിർത്തേ പറ്റൂ. നമുക്കെപ്പോഴും നമ്മുടെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുക. അതിന് മുസ്ലിം ആയാലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും. ആഭ്യന്തര സുരക്ഷയാണ് നമ്മുടെ വിഷയം. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് നമ്മുടെ വിഷയം, രാഷ്ട്രീയമല്ല. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാകൂ. ഇപ്പോ ആ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വെറുപ്പ് കുമിഞ്ഞു മനസ്സിൽ കൂടുന്ന കുറേ മുസ്ലിങ്ങളുണ്ട്. അവർ മനസ്സിലാക്കണം, ആഗോള ഇസ്ലാമിക ഭീകരവാദം എന്നതൊരു സത്യമാണ്. ഈ സമാധാനത്തിന്റെ മതം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി ലോകത്ത് മുഴുവനും ഒരുപാട് മതതീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും ഒരു സത്യമാണ്. എവിടെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടായാൽ ഇക്കാലത്ത് മുസ്ലിങ്ങളെ സംശയിക്കുന്ന ഒരു രീതിയുണ്ട് എന്നതൊരു സത്യമാണ്. ഇപ്പം ഇവരെ വെള്ളപൂച്ചിക്കൊണ്ട് നടക്കുന്ന സെക്യുലറിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ഇടതനം വലതനം പോലും അത് സമ്മതിച്ചു കഴിഞ്ഞു. ഇസ്ലാമോഫോബിക് അല്ല, ഇസ്ലാമിൽ ഫിയർ ആണുള്ളത് എന്നതും അതിന് കാരണം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകമാണെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസംഖ്യയോ കമ്മിയോ എന്തോ ആവട്ടെ, ഹിന്ദുക്കളോ ഇവരുടെയൊക്കെ സംരക്ഷണം ആവശ്യമുണ്ടോ? ആഗോള മുസ്ലിം ബ്രദർഹുഡിനോട് ഐക്യപ്പെടുന്നതും തീവ്രവാദത്തെ അപലപിക്കാതെ പോരാളികളും വിസ്മയവും ഒക്കെയായി താലിബാനും ഹമാസും ഒക്കെ മാറുന്നത് കാണുമ്പോൾ ഇവരെ താങ്ങി നടക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് വിമർശിച്ചേ മതിയാകും. കേരളത്തിലെ മുസ്ലിങ്ങളെ സംശയത്തിലാക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും അവരെ കൂടി തീവ്രവാദത്തിലേക്ക് തള്ളിയിടാനും ശ്രമിക്കുന്ന പ്രവണതയെ എതിർക്കുക തന്നെ ചെയ്യും. സത്യം പറയുന്നവരെ നിങ്ങളിനി വർഗീയവാദിയാക്കിയാലും ഭീകരവാദികളാക്കിയാലും എന്ത് തന്നെ ആക്കിയാലും സംഘികളോ ക്രിസംഘികളോ നിങ്ങളുടെ മനസ്സിന്റെ മനോധൈര്യം പോലെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചു ഒടുവിൽ വെറുപ്പ് മൂത്ത് പൊട്ടിത്തെറിക്കുന്ന രൂപത്തിലേക്ക് ആകാതിരുന്നാൽ മതി. അങ്ങനെ പൊട്ടിത്തെറിച്ചാലോ മനോഹരമായ ഒരു ജീവിതം നിങ്ങൾക്ക് തന്നെ ദുരിതമായി മാറും. ഈ ജീവിതത്തിൽ സ്വർഗമുണ്ടാക്കേണ്ടതിന് പകരം ചത്തുതൊലഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകാൻ പോകുന്ന സ്വർഗമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ലോകത്ത് മുസ്ലിങ്ങളാൽ തന്നെ ദുരിതകാലം അനുഭവിക്കുന്ന ഒരു ജനതയെ ഒന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. മറ്റ് രാജ്യങ്ങളിലൊക്കെ എന്താണ് നടക്കുന്നത് എന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. അന്യമതസ്ഥരെ വെറുത്ത് അവരെ കുറ്റം പറഞ്ഞ് അവരെ അകറ്റി നിർത്തി ഇസ്ലാം മാത്രമാണ് ശരി, അതിൽ മാത്രമാണ് ന്യായം എന്ന് പറഞ്ഞ് ആ മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കാരണം നിങ്ങളുടെ ബുദ്ധി മരവിച്ചിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഒന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും. അത്ര പെട്ടെന്നൊന്നും ഒരുപക്ഷെ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം നമ്മുടെ വിഷയമായിരിക്കണം. ഇപ്പോ നിങ്ങൾ പലരും കണ്ടോന്ന് എനിക്കറിയില്ല, മലപ്പുറം ജില്ലയിൽ 18 പേർക്ക് കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്ത്. എന്താ കാരണം? ഒരു മാസത്തിനിടയിൽ 3 കുട്ടികൾക്കും 15 മുതിർന്നവർക്കുമാണ് രോഗം കണ്ടെത്തിയത്. വാക്സിൻ ഇല്ല. ഇവർക്ക് വാക്സിൻ പ്രശ്നമാണ്. കൊറോണ വന്നപ്പോൾ വാക്സിൻ പ്രശ്നമാണ്. ക്വാറന്റൈൻ അത് പ്രശ്നമാണ് ഇവർക്ക്. മാസ്ക് വയ്ക്കുക അത് പ്രശ്നമാണ് ഇവർക്ക്. ഇങ്ങനെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞ് നടന്നാൽ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ പ്രസവിക്കാൻ വേണ്ടിയൊരു പേറിയന്ത്രമല്ല. അവർക്ക് ചികിത്സകൾ വേണം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള പരിരക്ഷ വേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഷയം മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. വീട്ടിലെ പ്രസവത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാമിനോടുള്ള വർഗശത്രുവാണ്, ഇസ്ലാമിനോടുള്ള എതിർപ്പ് കൊണ്ടാണ്, വെറുപ്പ് കൊണ്ടാണ് ഇത് പറയുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവർ പറയുന്നത് ആശുപത്രിയൊക്കെ എന്നാണ് ഉണ്ടായത്, മൃഗങ്ങൾ എത്ര ആശുപത്രി പോകുന്നുണ്ട്, മൃഗങ്ങളെക്കാൾ പ്രയാസമുള്ള പ്രസവം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങളുടെ കൂടെ ചാനലിലെ ഡിബേറ്റിന് ഒരു ഡോക്ടർ കമ്മപ്പ എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മൃഗങ്ങളുടെ കുട്ടികൾ പ്രസവിച്ച് വീണാൽ ഉടനെ തന്നെ അവരെഴുന്നേറ്റ് നടക്കും, അവർ സ്വന്തമായിട്ട് അവരുടെ ഭക്ഷണങ്ങൾ കഴിക്കും, അതുപോലെ മനുഷ്യ കുഞ്ഞുങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെ പണ്ടെത്ര ആശുപത്രി പോയിരുന്നു എന്ന് ചോദിക്കുന്നു. ഇന്ന് ആശുപത്രി ഉണ്ടല്ലോ, ഇന്ന് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ ഉമ്മമാരൊന്നും ഒരു പക്ഷെ ആശുപത്രിയിൽ പോയിട്ടുണ്ടാകത്തില്ല. ഡോക്ടറുടെ സഹായം തേടാനുള്ള സാഹചര്യങ്ങൾ അന്നും ഉണ്ടാകത്തില്ലായിരിക്കും. അതിനു വേണ്ടുന്ന അറിവോ അവഗാഹമോ പൊതുബോധമോ ഒന്നും ഇല്ലായിരിക്കും. ഗർഭം എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുപാട് മുസ്ലിം പുരോഹിതന്മാരുണ്ട്. ശരാശരി 100 കിലോ ഭാരമുള്ള ഒരു പെൺഗോറില്ല
1.5 കിലോ തൂക്കമുള്ള കുഞ്ഞിനെ പ്രസവിക്കുന്നു. അവരൊന്നും ആശുപത്രിയിൽ പോകുന്നില്ല. അതിനേക്കാൾ ഭാരിച്ച ഒരു പ്രസവം ഏതുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ വെറും ബാലിശമായിട്ടുള്ള ചോദ്യം മാത്രമാണ്. അത് തന്നെയാണ് മൃഗങ്ങളുടെ കുട്ടികൾ ജനിച്ചാൽ ഉടനെ തന്നെ അവർ സ്വയം പര്യാപ്തരാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ, നമ്മുടെ നാടിനെ താലിബാനാക്കാൻ ശ്രമിക്കുന്ന ഈ രീതിയെ നമുക്ക് എതിർത്തേ മതിയാകും. ഒരു പക്ഷേ പരസഹായം ഇല്ലാതെ പ്രസവിക്കാൻ സാധിക്കാത്ത ഏക ജീവി ഒരു പക്ഷെ മനുഷ്യനായിരിക്കും. മറ്റ് പ്രിമേറ്റുകൾ ഒറ്റയ്ക്കാണ് പ്രസവിക്കുന്നത്. ചില ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. മറ്റ് മൃഗങ്ങളെയൊക്കെ കഴിയുന്ന ഡോൾഫിൻ, തിമിംഗലം, എലി, അങ്ങനെയൊക്കെ. ഗർഭപാത്രത്തിൽ നിന്ന് ഞെക്കി പുറത്താക്കുന്നതിന്റെ ഫലം ജനിച്ച ഉടനെയുള്ള ഒരു കുഞ്ഞിന്റെ ദേഹത്തുണ്ടാകും. സുഖപ്രസവം എന്ന സാധാരണ പ്രസവത്തിലെ കുഞ്ഞിന്റെ തലയും മറ്റുമൊക്കെ വലിച്ചു നീട്ടിയതുപോലെ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോ ഇന്ന് അമിത രക്തസ്രാവമുണ്ടായി വേണ്ടുന്ന രൂപത്തിലുള്ള ചികിത്സ ലഭിക്കാതെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്, ആധുനിക ചികിത്സ നടത്തിയിട്ടും മരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഡ്രൈവിംഗ് അറിയാത്തവനുണ്ടാക്കിയ അപകടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡ്രൈവിംഗ് അറിയുന്നവനും അപകടത്തിൽ പെട്ടിട്ടില്ലേ എന്ന ന്യായവുമായിട്ട് നിങ്ങൾ ഇതുവഴി വരരുത്. കാരണം അത് രണ്ടും രണ്ടാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് പലപ്പോഴും ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല. ഇവർക്കറിയാം ഈ വിഷയം. ഹോസ്പിറ്റലിൽ തന്നെ പ്രസവിച്ചിട്ട് എത്രയോ റിസ്ക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ. അമ്മ കുഞ്ഞ് ഒക്കെ മരിക്കുന്ന സംഭവവും കുട്ടിയുടെ ഇവരുടെ ബന്ധുക്കൾ ആശുപത്രി അടിച്ച് പൊട്ടിക്കുന്ന സംഭവങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോയ ആളുകൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ആരോഗ്യത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ, ഇന്നത്തെ നൂതനമായിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഒരു പക്ഷേ സ്വന്തം കച്ചവട താല്പര്യങ്ങൾ, അതല്ലെങ്കിൽ ബിസിനസ് താല്പര്യം, സ്വാർത്ഥ താല്പര്യം, മത താല്പര്യം, അല്ലെങ്കിൽ ഒരു ഈഗോ, വൈറലാകുന്നതിന് വേണ്ടിയുള്ള പെടാപ്പാടില്, ഇതിലൊക്കെയാണ് ഇതുപോലെയുള്ള ഉഡായിപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുള്ളത് പൊതുവെ. ഇവർ വലിയ രൂപത്തിൽ ഹൈപ്പ് കൊടുത്ത് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരുന്നത് ഇതുപോലെയുള്ള ധാരാളം ആളുകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. പഠിച്ചു നൽകിയ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നേ നിങ്ങൾ പറയണത് പോലെ. ഇപ്പോൾ പണ്ട് കാലത്ത് കൈയൊടിഞ്ഞാല് എന്താ ചെയ്തിരുന്നത്? മുളക്കമ്പൊക്കെ വെച്ച് കെട്ടുമായിരുന്നു. ഇന്ന് കുട്ടി വീണിട്ട് കുട്ടിക്ക് കൈക്ക് വേദന ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഓടി ആശുപത്രിയിലാണ് കൊണ്ടുപോകുക. ഉസ്താദുമാര് പറയും നമുക്ക് കരിഞ്ചീരകം മതി, 7 അജുവായി ഈത്തപ്പഴം കഴിച്ചാൽ മതി, ഒരു പാമ്പും കടിക്കില്ല എന്നൊക്കെ പറയും. ദിവസവും പാമ്പ് പിടുത്തക്കാരനായിട്ടുള്ള നമ്മുടെ വാവാ സുരേഷ്, അയാൾ എന്നും 7 അജുവായി ഈത്തപ്പഴവും കഴിച്ചിട്ട് പോയാൽ മതി, പാമ്പ് കടിക്കൂലേ? കിട്ടൂലേ? അപ്പൊ ഇതുപോലെയുള്ള വിവരക്കേടുകൾക്ക് ശക്തമായ രൂപത്തിലുള്ള മറുപടി കൊടുത്തേ പറ്റൂ. നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം, ഈ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടൊരു കളിയാണ് കളിക്കുന്നത്. ഇവർക്കെതിരെ എന്തെങ്കിലും രൂപത്തിൽ ആക്ഷൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം.